പ്രിയമുള്ള സഹോദരർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി പറയുന്നു. അവിടുന്ന് പറഞ്ഞു, ഇന്നൽ മുഅ്മിൻ യറാ ദുനൂബഹു കഅന്നഹു ഖാഇദുൻ തഹത ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി. ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ വന്നു ചേരുന്ന മുഴുവൻ പാപങ്ങളെയും, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, ആ പാപങ്ങളോടുള്ള അവൻ്റെ സമീപനം അവൻ ഒരു വലിയ വീഴാറായിരിക്കുന്ന പാറയുടെ അടിയിൽ ഇരിക്കുന്നവനെ പോലെ ആയിരിക്കും. ആ പാറ എപ്പോൾ വേണമെങ്കിലും തൻ്റെ മേൽ വീഴാം എന്ന ഭയത്തോടു കൂടിയായിരിക്കും അവൻ ഇരിക്കുക. ഇന്നൽ ഫാജിർ, എന്നാൽ ഒരു സത്യവിശ്വാസി അല്ലാത്തൊരു മനുഷ്യൻ അവൻ അവന്റെ പാപങ്ങളെ കാണുക കദുബാബിൻ മറ അല അൻഫിഹി, അവന്റെ മൂക്കിന്റെ മുന്നിലൂടെ പറന്നുപോയ ഒരു ഈച്ചയെ പോലെ മാത്രമേ കാണുകയുള്ളൂ എന്ന്. ഇത് രണ്ട് കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത് പാപങ്ങളോടുള്ള സമീപനങ്ങളാണ്, അല്ലെങ്കിൽ തെറ്റുകളോടുള്ള സമീപനങ്ങളാണ് വലിയ തെറ്റുകൾ ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. തെറ്റുകൾ അത്ര വലിയ ഗുരുതരമായ കാര്യങ്ങളൊന്നുമല്ല, കാരണം മാനുഷികമായ തെറ്റ് സംഭവിക്കുന്ന. പക്ഷെ തെറ്റുകളിനേക്കാൾ വലുത് ആ തെറ്റുകളോടുള്ള നമ്മുടെ സമീപനം അനുസരിച്ചിരിക്കും വലിയ വലിയ തെറ്റിലേക്ക് പോകാന്നർത്ഥം. നമ്മൾ ഓരോന്നും ചെയ്യുമ്പോൾ സാരില്ല, കുഴപ്പമില്ല, അങ്ങനെ നോക്കി ജീവിക്കാൻ പറ്റുമോ, അങ്ങനെ എല്ലാവരും അങ്ങനെ എത്ര ആൾക്കാർ അങ്ങനെ ജീവിക്കുന്നുണ്ട്, ഇതൊന്നും സാരില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ വലിയ 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 ഗുരുതരമായ തെറ്റിലേക്ക് പോകുന്നത്. അപ്പൊ സമീപനങ്ങളാണ്, നമ്മുടെ നിലപാടുകളാണ് നമ്മളെ വലിയ തെറ്റ് ചെയ്യിപ്പിക്കുക. രണ്ടാമത്, വിശ്വാസി എപ്പോഴും അസ്വസ്ഥനായിരിക്കുക. നമ്മുടെ പാപങ്ങളെ കുറിച്ച് നമുക്ക് വല്ലപ്പോഴും നമുക്ക് ടെൻഷൻ വരാറുണ്ടോ? സത്യവിശ്വാസി പാറയുടെ അടിയിൽ എങ്ങനെ ഇരിക്കുക? അത് ഉരുണ്ടു വീഴാൻ സാധ്യതയുള്ള പാറയുടെ അടിയിൽ ഇരിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവനക്ക് ഊണും ഉണ്ടാവില്ല, ഉറക്കം ഉണ്ടാവില്ല, അസ്വസ്ഥനായിരിക്കും. കാരണം ഇതുമെല്ലാം എൻ്റെ മേലെ ഒന്ന് വീഴുമല്ലോ എന്ന്. അപ്പൊ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലായിരിക്കും സത്യവിശ്വാസി മുന്നോട്ട് പോകാന്ന്. എന്നാൽ ഒരു വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മൂക്കിന്റെ നമ്മുടെ മുന്നിലൂടെ ഒരു ഈച്ച പാറിയാൽ ഉണ്ടാകുന്ന ചെറിയൊരു അസ്വസ്ഥത, ഇറിറ്റേഷൻ, അത് അപ്പം ഉണ്ടാവുന്നല്ലാതെ അന്ന് കാര്യമാക്കൂല. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി വലിയ തെറ്റിലേക്ക് ചെന്ന് ചാടുക. അതുകൊണ്ട് തെറ്റുകളെ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ, സൂക്ഷിക്കുന്നതൊപ്പം തന്നെ അതിനോടുള്ള സമീപനങ്ങളെ വളരെ ഗൗരവത്തോടു കൂടി കണ്ടില്ലെങ്കിൽ നമ്മൾ അറിയാതെ ശൈത്വാൻ നമ്മുടെ വലിയ തെറ്റിലേക്ക് എത്തിക്കും. പിന്നെ നമുക്ക് കര കയറണമെങ്കിൽ ഒരു അല്പം പ്രയാസപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ സമീപനങ്ങളെയും നിലപാടുകളെയും നമ്മൾ വളരെ കരുതലോടുകൂടി കണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.